സ്വന്തം ഭൂമിയിൽ വീട് വയ്ക്കാൻ അനുമതി നൽകാതെ വിധവയായ യുവതിയോട് കൊല്ലം കോർപ്പറേഷന്റെ ക്രൂരത. 5 വർഷമായി അർബുദബാധിതനായ മകനോടൊപ്പം ഓഫീസ് കയറിയിറങ്ങുകയാണ് മാടൻനട സ്വദേശി മായ. റെയിൽവേ ഭൂമിയോട് ചേർന്നുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാനാകില്ലെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിലപാട്. 5 വർഷമായി കൊല്ലം കോർപ്പറേഷൻ ഓഫീസിൽ കയറിയിറങ്ങുകയാണ് കൊല്ലം മാടൻനട സ്വദേശി മായ. മാടൻനടയ്ക്ക് സമീപമുള്ള 4.5 സെന്റ് ഭൂമിയിൽ ഒരു വീട് എന്നതായിരുന്നു സ്വപ്നം. ഭൂമിക്ക് സമീപമായി റെയിൽപാത കടന്നു പോകുന്നത് കൊണ്ട് തന്നെ റെയിൽവേയുടെ അനുമതി വേണമെന്ന് കോർപ്പറേഷൻ നിർദ്ദേശിച്ചു. എന്നാൽ അനുമതി അപേക്ഷ റെയിൽവേ നിരസിച്ചു. സത്യവാങ്മൂലം എഴുതി നൽകിയാൽ കോർപ്പറേഷന് അനുമതി നൽകാമെന്നിരിക്കെ മായയ്ക്ക് അത് നിഷേധിക്കപ്പെട്ടു. മായയ്ക്കൊപ്പം അപേക്ഷ നൽകിയ പലർക്കും സത്യവാങ്മൂലം എഴുതി വാങ്ങി വീട് വയ്ക്കാൻ അനുമതി നൽകിയതിന്റെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. എനിക്ക് വീട് വയ്ക്കാൻ ഒരു പെർമിറ്റിന് വേണ്ടി ഞാൻ ഒരു 5 വർഷമായി ഇപ്പോൾ കോർപ്പറേഷനിൽ കയറി ഇറങ്ങുക. പക്ഷെ നമുക്ക് മാത്രം പെർമിറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ എന്താണെന്ന് കോർപ്പറേഷൻ ചോദിക്കുമ്പോൾ അവർക്ക് അതിന് മറുപടി ഇല്ല പറയാനായിട്ട്. നമ്മൾ അദാലത്തിന് കയറി ഇറങ്ങും. ഒരു 6-7 മാസം കൊണ്ട് അദാലത്തിനായിട്ട് പോയി വന്നും നിൽക്കും. പക്ഷേ ചില അദാലത്തിന് അവർ വരത്തില്ല, ചിലതിന് നമ്മൾ ചെന്നിട്ട് നമ്മൾ വെറും കൈയോടെ പോരുക, നമുക്ക് മാത്രം കിട്ടുന്നില്ല. പല ആളുകൾക്കും ഇത് കണക്ക് അവർക്ക് പിടിപാടുള്ള ആളുകൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്, നമുക്കിതൊന്നും കിട്ടുന്നില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഫീറിന്റെ പിടിവാശിയാണ് തനിക്ക് അനുമതി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് മായ പറയുന്നു. ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് സഫീർ എന്ന് പറയുന്ന ഒരു സാറാണ് അതിനകത്തുള്ളത്. ആ സാറിൻ്റെ മേശയിലെ ഫയൽ എത്തുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ഒരു വീടില്ല, എനിക്ക് ഭർത്താവില്ല, എൻ്റെ ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്കൊരു വീട് വേണം. അതിനായിട്ട് ആ പെർമിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറി ഇറങ്ങുന്നത്. പക്ഷേ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തന്നോടുള്ള നീതി നിഷേധം തദ്ദേശ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടറിയിക്കാനാണ് മായയുടെ തീരുമാനം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മായയും കുടുംബവും. ന്യൂസ് മലയാളം, കൊല്ലം.